നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ഏറെ നാളായി അപകടാവസ്ഥയിൽ തുടരുന്ന ചോലയിൽ കുളമ്പ് അംഗനവാടി അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചു. 10 ലക്ഷം രൂപ ചിലവിൽ നവീകരിക്കുന്ന അംഗനവാടികളിൽ പണി പൂർത്തിയായ ചോലയിൽ കുളമ്പ് അംഗനവാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറുമുക്കിൽ നിർവഹിച്ചു. സമൂഹത്തിന്റെ സർവ്വതലങ്ങളിലും വികസനം കൊണ്ടുവരാൻ അഹോരാത്രം പ്രവർത്തിക്കുന്ന ഭരണസമിതിയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ധാരാളം പദ്ധതികൾ ഇതിനോടകം തന്നെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടപ്പാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് എന്നും മുൻതൂക്കം നൽകുന്ന ഭരണസമിതി പുതിയ ഒരു ഉദ്യമത്തിനാണ് തുടക്കമിട്ടിരിക്കുന്നത്. പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും നവീകരിച്ച് കുരുന്നുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട പഠനാന്തരീക്ഷം ഉറപ്പുവരുത്താനാണ് ഭരണസമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ 43 അംഗനവാടികളിൽ അപകടാവസ്ഥയിലുള്ള അംഗനവാടികൾ നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഭരണസമിതി തുടക്കമിട്ടിരിക്കുന്നത്. വർഷങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടിയുടെ ശോചനീയാവസ്ഥ പഞ്ചായത്ത് ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു പരിഹാരം കാണുന്നതിനായുള്ള പ്രവർത്തികൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചത്. 10 ലക്ഷം രൂപ ചിലവിൽ ചോലയിൽ കുളമ്പ് അംഗനവാടിയും സമീപത്തുള്ള മറ്റ് 2 അംഗനവാടികളും നവീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് 18ാം വാർഡിലെ പുത്തനങ്ങാടി ചോലയിൽ കുളമ്പ് അംഗനവാടി നവീകരണം പൂർത്തിയാക്കി കുട്ടികൾക്ക് തുറന്നു നൽകിയത്. അംഗനവാടിയുടെ ഉദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ഷബീർ കറുമുക്കിൽ നിർവഹിച്ചു. അംഗനവാടികളുടെ നവീകരണത്തിലൂടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. ചോലയിൽ കുളമ്പ് അംഗനവാടി മുൻകാലങ്ങളിൽ വാർപ്പിന്റെ അടിയിൽ ഓടിന്റെ സീലിംഗ് ഉണ്ടായിരുന്നു. അത് അടർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷവും വലിയ പരാതിയും ഉണ്ടായിരുന്നു. അത് ഞങ്ങളെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽ മെമ്പർമാർ മാളിച്ചേച്ചി അൻവറടക്കമുള്ള മെമ്പർമാർ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന് ഉടൻ തന്നെ ഫണ്ട് വകയിരുത്തുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടത്തി നിർമ്മാണം പൂർത്തീകരിച്ച് ഇവിടുത്തെ നാട്ടുകാരും വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളുടെ കാരണവന്മാരും അടക്കമുള്ള ആളുകളുടെ കൂടെയാണ് ഞങ്ങൾ ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്തത്. ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു വാക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. എല്ലാ അംഗനവാടികളും ഞങ്ങൾ എടുത്തു നോക്കുകയും അതിൽ ഏതൊക്കെ അംഗനവാടികൾക്ക് അറ്റകുറ്റപ്പണികൾ ഉണ്ട് നോക്കുക. ആ അറ്റകുറ്റപ്പണികൾക്ക് അനുസരിച്ച് ഞങ്ങൾ ഫണ്ട് വിനിയോഗിച്ച് അതിൻ്റെയൊക്കെ പണികൾ പൂർത്തീകരിച്ച് ലാസ്റ്റ് ഈ ഒരു വർഷം കൂടി ഈ ഭരണസമിതിയുള്ളൂ. ആ ഭരണസമിതി ഇറങ്ങുന്നതിന് മുൻപായിട്ട് എല്ലാ അംഗനവാടികൾക്കും ഏകദേശം നല്ല രീതിയിൽ അതിൻ്റെ പ്രവൃത്തി ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഭരണസമിതിക്ക് സാധിക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അംഗനവാടിയുടെ ശോചനീയാവസ്ഥ പരിഹരിച്ചതിന്റെ സന്തോഷത്തിലാണ് 18ാം വാർഡ് മെമ്പർ വിജയകുമാരി. അപകടാവസ്ഥയിലായ അംഗനവാടി കെട്ടിടം നവീകരിക്കണമെന്ന നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ അംഗനവാടി പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയെ സമീപിച്ചതിനെ തുടർന്ന് അംഗനവാടികളുടെ നവീകരണത്തിനായി 10 ലക്ഷം രൂപ അനുവദിച്ചു നൽകുകയായിരുന്നുവെന്ന് 19ാം വാർഡ് മെമ്പർ അൻവർ സാദത്ത് പറഞ്ഞു. ഇതിന്റെ വർക്കിലേക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപ നീക്കിവെച്ചു. ഇതോടൊപ്പം 2 അംഗനവാടികളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കുകളെല്ലാം ഭംഗിയായി പൂർത്തീകരിച്ചു. അത് ഉദ്ഘാടനം ചെയ്ത ഒരവസരത്തിലാണ് നമ്മളുള്ളത്. ഈ സന്തോഷത്തിൽ നാട്ടുകാരോടൊപ്പം ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവരുമെന്ന് അടിവരയിടുകയാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇത്തരം പ്രവൃത്തികളിലൂടെ. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.